പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞ്. കേരളത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് ഒരാണ്ട്. കേരളം കണ്ട ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവ്. 2004 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെയും മുഖ്യമന്ത്രി. 2006 മുതൽ 2011 വരെ പ്രതിപക്ഷ നേതാവ്. 5 പതിറ്റാണ്ടുകൾ കോട്ടയം പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി MLA പദവി നിലനിർത്തിയ നേതാവ്. രാഷ്ട്രീയ വളർച്ചയുടെ കൊടുമുടി കയറുമ്പോഴും ജന്മനാടുമായും നാട്ടുകാരുമായും സൂക്ഷിച്ച ഹൃദയബന്ധമാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ വ്യത്യസ്തനാക്കിയത്. തുടർച്ചയായി 53 കൊല്ലം ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ ജയിക്കുകയെന്ന അത്യപൂർവ ബഹുമതിയാണ് ആ ഹൃദയബന്ധത്തിനുള്ള സമ്മാനമായി പുതുപ്പള്ളിക്കാർ ഉമ്മൻചാണ്ടിക്ക് കൊടുത്തത്. 1943 ഒക്ടോബർ 31 പുതുപ്പള്ളി കരോട്ട് വള്ളക്കാലിൽ KO ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെയും മകനായിട്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജനനം. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSUവിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ ഉമ്മൻചാണ്ടി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പുതുപ്പള്ളി MD സ്കൂളിൽ നിന്നാണ്. ശേഷം പുതുപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂളിലും കോട്ടയം CMS കോളേജിലും പഠിച്ചു. ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്ന് BA ബിരുദവും എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും അദ്ദേഹം നേടി. അധികാരത്തിലിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്കും പ്രയോജനകരമാകണമെന്ന് കരുതി പ്രവർത്തിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. AK ആന്റണി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് 2004 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്നത്. 2006 വരെ മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടർന്ന് 5 വർഷം പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു. പിന്നീട് 2011 വീണ്ടും മുഖ്യമന്ത്രിയായി. 1981 ഡിസംബർ മുതൽ 1982 മാർച്ച് വരെ K കരുണാകരൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായും 1991 K കരുണാകരൻ മന്ത്രിസഭയിൽ വീണ്ടും ധനകാര്യമന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചു. 1982 നിയമസഭാ കക്ഷി ഉപനേതാവ്, 1982 മുതൽ 86 കാലം വരെ UDF കൺവീനർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. KSU യൂണിറ്റ് പ്രസിഡന്റിൽ തുടങ്ങി AICC ജനറൽ സെക്രട്ടറിയും വർക്കിംഗ് കമ്മിറ്റി അംഗവുമായി മാറിയ അദ്ദേഹം KSU സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 2023 ജൂലൈ 18 ബംഗളൂരു ചിന്മയ മിഷൻ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദേശങ്ങളിൽ നിന്നെത്തിയ വൻ ജനാവലിയുടെ ജനമഹാസാഗരത്തിന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തിന്റെ അവസാന യാത്ര പുതുപ്പള്ളിയിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പ്രത്യേകമൊരുക്കിയ കല്ലറയിൽ അവസാനിച്ചത്. അദ്ദേഹത്തിന്റെ മരണത്തിൽ ഹൃദയം കൊണ്ട് നൊന്തവർ ആ കല്ലറയിൽ ഇങ്ങനെ എഴുതി: ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു.